ഹായ്, വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ് ബൈ എയ്ഡൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ പച്ചക്കറിയായിട്ടാണ്. ടെൻഡർ സ്റ്റെം ബ്രൊക്കോളി. ഇത് നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റുകളിലും ഇന്ന് അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കാണാറുള്ളത് ഈ ബ്രൊക്കോളിയാണ്. ഇത് പല കളറിലും പല ഷേപ്പിലും അവൈലബിൾ ആണ്. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു പുതിയൊരു ആളെയാണ്. ഇത് കണ്ടോ, ഇത് വളരെ നേർത്ത ഇളം തണ്ടോട് കൂടിയിട്ടുള്ളതാണ്. ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ മാർക്കറ്റിൽ മേടിക്കാനായിട്ടും കിട്ടുന്നത്. ഇതൊരു പാക്കറ്റായിട്ടാണ് കിട്ടുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ കമ്പ് നമുക്കിങ്ങനെ ഇതുപോലെ ഒടിച്ചെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പച്ചക്കറിയാണിത്. വൈറ്റമിൻ എയുടെയും സിയുടെയും ഒരു കലവറയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പം നമുക്കിതെങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ ഇത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. ഇത് കുട്ടികളുടെ എല്ലിനും പല്ലിനും ഒക്കെ വളരെ നല്ലൊരു സാധനമാണ് കേട്ടോ. തിളങ്ങുന്ന ചർമ്മത്തിനും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പറ്റിയൊരു സാധനമാണിത്. അങ്ങനെ വേണ്ടുന്നവർക്ക് ഇത് പുഴുങ്ങിയും ഒക്കെയാണ് കഴിക്കേണ്ടത് കേട്ടോ. നമ്മളിവിടെ തോരൻ വെച്ചാണ് കഴിക്കുന്നത്. ഇത് മുഴുവനായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര സവോള അരിഞ്ഞ് ചേർക്കണം. 2 പച്ചമുളകും കൂടെ വേണം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചീരയൊക്കെ കറി വെക്കുമ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് പോലെ ഇത് ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയതും കൂടെ ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണം. ഇതൊരു 3 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കാനും ഉപ്പ് നോക്കാനും മറക്കരുത്. തണ്ടിനൽപ്പം വേവ് കുറവാണെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇതിനകത്ത് നമുക്കൊരു മുട്ടയും കൂടെ പൊട്ടിച്ച് ചേർത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ ചേർത്തിട്ടില്ല. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.